ഒരു 5G ഫോൺ വേണം, അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങൾക്കുള്ള ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് മാക്സിമം ഒരു 12,000 രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫോണാണ് Iqoo z9x. ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ വേറെ ചാനലുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്ത് വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരിട്ട് ഈ ഫോണിൻ്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബോക്സിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഫോണിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ ഫോണിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ബേസ് മോഡലിൽ നമുക്ക് 4GB റാമും 128GB മെമ്മറിയാണ് വരുന്നത്. ആ ഒരു ബേസ് മോഡലിന് 12,500 വില വരുന്നത്. നമുക്ക് ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് SBIയുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1,250 രൂപ കുറച്ചിട്ട് ഒരു 11,250 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ബിൽഡ് ക്വാളിറ്റിയുള്ള വേറെ ഒരു ഫോൺ ഇല്ല എന്ന് തന്നെ പറയാം. കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളറിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡ് ഗ്ലോസി കാര്യങ്ങളൊന്നുമല്ല, ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യില്ല. പക്ഷേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു കവർ ഫോണിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഇതിനകത്ത് 6000 mAh ബാറ്ററി വരുന്നുണ്ട് ഈ ഫോണിനകത്ത്. ഈ 6000 mAh ബാറ്ററി വന്നിട്ടും എത്ര സ്ലിം ആയിട്ടുള്ള ഫോണാണെന്ന് നോക്കി. വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ഏകദേശം 200 ഗ്രാമിൽ താഴെ ഫോണിന് വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് സിംഗിൾ ഹാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ നമുക്കിതൊരു സ്ലിം ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഹാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോൺ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. IP64 സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ IP റേറ്റിംഗ് കാര്യങ്ങളൊന്നും കാണാറില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ IP54 അല്ലെങ്കിൽ 53 ഒക്കെയാണ് തരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് IP64 കിട്ടുന്നുണ്ട്. ഫോണിൻ്റെ ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ 50 MP മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ ഒരു 2 MP ഒരു ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാ ഉടായ്പാണ്. ഞങ്ങൾ 2 ക്യാമറ തന്നെ കാണിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണ്. പിന്നെ 8 MP ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഈ 50 MP എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതും സെയിം നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ 20 വാട്ട് അല്ലെങ്കിൽ 33 വാട്ടൊക്കെ മാക്സിമം വരാറുള്ളൂ. ഈ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തരുന്നുണ്ട്. അത് 6000 mAh ബാറ്ററി തരുന്നതുകൊണ്ട് തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മിനിമം തന്നെ. പക്ഷേ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോലും നമുക്ക് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തരാത്ത ഫോണുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോഴാണ് 12,000 രൂപയ്ക്ക് മച്ചാനെല്ലാം തരുന്നത്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന് പറയുന്ന നല്ല കിടിലം പ്രോസസ്സർ വരുന്നുണ്ട്. ഏകദേശം 5.5 ലക്ഷത്തോളം ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്ന നല്ല കിടിലം പ്രോസസ്സറാണ്. ഒരു കാര്യം 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത്ര നല്ല പെർഫോമൻസ് വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ വേറെ ഒരു ഫോണും വേറെ ഒരു പ്രോസസ്സറുള്ള വേറെ ഒരു ഫോണും ഈ ഒരു പ്രൈസ് റേഞ്ചിലില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വേറെ ഒരു ഫോണും ഇത്ര നല്ല പെർഫോമൻസ് വരുന്ന ഒരു ഫോൺ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു കാര്യം പറയാൻ പറ്റുന്നത് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല അൾട്രാ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ഒറിജിനോയ്സ് 4 ഒക്കെയാണ് വരുന്നത്. യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, ട്രൂ കോളർ, സ്നാപ്ചാറ്റ്, അങ്ങനെ ഫേസ്ബുക്ക്, ആമസോൺ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. എന്നാലും അത് വരുന്നുണ്ട്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇനി ഫോണിൻ്റെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് അറിയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ടുള്ള നെഗറ്റീവ് തോന്നി ഇതിൻ്റെ ക്യാമറയാണ്. 50 MP മെയിൻ ക്യാമറ വരുന്നത്. ആ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. വെട്ടവും വെളിച്ചമുള്ള സാഹചര്യത്തിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. പക്ഷേ വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ നമ്മളിപ്പം രാത്രി എടുക്കുകയാണ് അല്ലെങ്കിൽ വെട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ മുറിക്കുള്ളിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് അത്ര നല്ല ഫോട്ടോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് ഫോട്ടോ എന്ന് പറയാം. പിന്നെ നമുക്കിതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ. പിന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ നോക്കണ്ട, മോശം ഫോട്ടോസാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയാം. ഒരു നെഗറ്റീവ് അല്ല, ഒരിക്കലും നെഗറ്റീവ് അല്ല. ഇതിനകത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ വരുന്ന IPS LCD പാനലൊക്കെ വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. വെയിലത്തൊക്കെ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാൻ കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു നെഗറ്റീവ് ആണെന്ന് പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഫോണാണ്. നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര വലിയ നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്ര നല്ല ക്യാമറകൾ വേറെ ഫോണുകളൊന്നും വരുന്നില്ല. പക്ഷേ ഒരു നെഗറ്റീവ് എന്തെങ്കിലും പറയണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോണാണ്. നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള കിടിലം പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് മാക്സിമം 12,000 അല്ലെങ്കിൽ 13,000 താഴെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫോണൊന്നും നോക്കണ്ട, കണ്ണും മുട്ടി വാങ്ങാൻ പറ്റിയ ഫോണാണ്. 100% നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം.